ഡൽഹി മദ്യനയക്കേസിൽ കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി കോടതി ഉത്തരവ്. ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ നടത്തിയ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി. കെജ്രിവാൾ അഴിമതിക്കാരനല്ലെന്ന് റോസ് അവന്യൂ കോടതി. ദേശീയ രാഷ്ട്രീയത്തിലെ വഴിത്തിരിവായി മദ്യനയക്കേസിലെ കോടതി ഉത്തരവ്. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ കോടതി ഉത്തരവ് സിബിഐക്ക് കനത്ത തിരിച്ചടിയായി മാറി. കെജ്രിവാളിന് പുറമെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം 23 ആം ആദ്മി പാർട്ടി നേതാക്കളെയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കിയത്. ആം ആദ്മി പാർട്ടിയെ തകർക്കാനായി സിബിഐ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പകവീട്ടൽ നടപടികൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആം ആദ്മി നേതാക്കൾ ആരോപണമുയർത്തിയിരുന്നത്. അതെല്ലാം ശരിവെക്കുന്ന വിധത്തിലുള്ള വിധി പ്രഖ്യാപനമാണ് റോസ് അവന്യൂ കോടതി നടത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും അഴിമതിക്കാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും മാസങ്ങളോളം ജയിലിലടച്ചു. അവരെക്കുറിച്ച് അസത്യ പ്രചരണങ്ങൾ തുടർച്ചയായി നടത്തി. എന്നാൽ അതെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ വ്യക്തമായിരിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കേസിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്നും കുറ്റം ചെയ്തതിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. സിബിഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ആം ആദ്മി പാർട്ടിക്ക് വലിയ പിന്തുണയായി ഇത് മാറി. കോടതി വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത്യധികം വൈകാരികമായാണ് കെജ്രിവാൾ പ്രതികരിച്ചത്. സത്യം ജയിച്ചുവെന്നും തനിക്കൊപ്പം ദൈവമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ 2021 നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത്. പുതുക്കിയ മദ്യനയമനുസരിച്ച് സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയും ഇത് മറ്റു കമ്പനികൾക്ക് നൽകുകയും ചെയ്തു. സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവിൽപ്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപക പരാതി ഉയർന്നു. മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി. പുതിയ എക്സൈസ് നയത്തിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസികൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകി. ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തു. വിവാദമായതോടെ 2022 ജൂലൈ 30 പുതിയ മദ്യനയത്തിൽ നിന്നും ഡൽഹി സർക്കാർ പിൻവാങ്ങി. പുതിയ നയത്തിൽ തീരുമാനമാകുന്നതുവരെ 6 മാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. 2022 ഓഗസ്റ്റ് 17 വഞ്ചന, കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. ഓഗസ്റ്റ് 19 സിസോദിയയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 3 അംഗങ്ങളുടെയും വസതിയിൽ CBI റെയ്ഡ് നടത്തി. 2022 ഓഗസ്റ്റ് 22 CBIയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു. തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ED കേസെടുക്കുകയായിരുന്നു. മാർച്ച് 19 അറസ്റ്റിൽ നിന്നും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. നിരവധി സമൻസുകൾ അയച്ചതിന് പിന്നാലെ 2024 മാർച്ച് 21 ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. 2024 സെപ്റ്റംബർ 13 കെജ്രിവാളിനെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച കെജ്രിവാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. പുതിയ മദ്യനയത്തിലെ പിഴവുകൾ കാരണം ഡൽഹി ഖജനാവിന് ഏകദേശം 2000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഫെബ്രുവരി 25 റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സംഭവത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ശ്രദ്ധേയനായ നേതാവുമായ കെജ്രിവാളിനുമെതിരെ രാഷ്ട്രീയമായി പകപോക്കാൻ കേന്ദ്ര സർക്കാർ ദേശീയ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു ആരോപണം. രാഷ്ട്രീയത്തിലെ അഴിമതി വാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സത്യസന്ധമായ രാഷ്ട്രീയ സംസ്കാരം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ വിവിധ കോണുകളിൽ നിന്നും വലിയ പിന്തുണയാണ് പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചത്.
ജനപക്ഷത്ത് നിന്നുകൊണ്ട് അഴിമതിരഹിതമായ ഭരണമെന്ന മുദ്രാവാക്യത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുകയും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലേറുകയും ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ ഈ വളർച്ച ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അത്യധികം ആശങ്കാകുലരാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയായ CBI ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ആരോപണമുയർന്നത്. അത് ശരിവെക്കുന്ന കാഴ്ചകളാണ് മദ്യനയ അഴിമതിയിലൂടെ പുറത്തു വന്നത്. എന്നാൽ അതെല്ലാം തെളിവുകളില്ലാത്ത ഗൂഢാലോചനകളാണെന്നാണ് നീതിപീഠം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ ഉത്തരവിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്.